ദുബായ് ആയതുകൊണ്ട് ഈ നോമ്പിന് മരക്കളെ വിളിക്കുമ്പോൾ പൈസ കൊടുക്കണം. മര്യാദക്ക് പൈസ എന്റെ മരം ജ്വല്ലറിക്കാരനാണ്. ഓരോന്നും പൈസ കൊടുക്കില്ല. അത് കൊടുക്കും, പൈസ കൊടുക്കും. എന്തിനാ? എടുത്തോളി. എന്താണ് സന്തോഷം? മരുവൻ വരികയാണ്. രണ്ട് മരുവനോ? ഉമ്മാന്റെ മരുവന്. ഉമ്മാന്റെ മരുവൻ പറയുമ്പോ എന്റെ പുതിയാപ്പള, ഇവളുടെ പുതിയാപ്പള. ആകൊരു മരുവനുള്ളൂ. ഞാൻ ഉമ്മ രാവിലെ തുടങ്ങിയതാണ്. അത് ഞാൻ ഇറങ്ങി നോക്കുമ്പോ എല്ലാം കഴിഞ്ഞിക്കണു. ഉമ്മ എത്ര മണിക്ക്? ഉമ്മ 10 മണിക്ക്, ഞാൻ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാനും മരുവനല്ലേ. എന്തൊക്കെയാ ഇന്നത്തെ മെനുകൾ പറയോ മരുവനുള്ള? മെനു ഒരു തൽക്കന്ന് തുടങ്ങണേ കൊറേ പറയാണ്ട്. ഹോർലിക്സ്, മുട്ട. ആകെ ഒരു മരുവനേ ഉള്ളു വരാനേ. അപ്പൊ ആ മരുവനെ 10 മരക്കൊക്കെ കൊടുക്കണം. ഒന്നായിട്ട് ഒരു മരുവനാണ് കൊടുക്കുന്നത്. പക്ഷെ മരോ കൂടുതലൊന്നും കഴിക്കൂല കേട്ടോ. എല്ലാം ഒന്ന് തൊട്ട് നോക്കുള്ളൂ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എന്താ പറയാണ് മരുവൻ. ബോഡി നോക്കണം. ഇന്ന് പോവോ? മാപ്പിളാരുടെ തലയണ മന്ത്രത്തുമ്പോ പിടിച്ചിക്കണം. ഓക്കെ, ഇപ്പൊ പൊരിഞ്ഞു വരുന്നത് ഇതെന്ത് കട്ട്ലേറ്റാ? ചിക്കൻ ഓർ ബീഫ്? ഞമ്മക്ക് ചിക്കന്, മരുവനും ബീഫ് കട്ട്ലേറ്റ്. നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കിന്റെ കഴിഞ്ഞ അടുത്തൊക്കെ മട്ടൻ ഉണ്ടോ? ഓക്കെ, എനിവേ ചിക്കൻ കട്ട്ലേറ്റ് അവിടെ പൊരിയുന്നു. അല്ല സോറി, ബീഫ് കട്ട്ലേറ്റ് അവിടെ പൊരിയുന്നു. പിന്നെന്താ? വാ സൂപ്പർ. ചട്ടിപ്പത്തിരി, ഉമ്മാന്റെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഫുൾ ചിക്കനാ? ചിക്കന്റെ എന്താ പറയാ, ചിക്കന്, ഉള്ളി, കുരുമുളക്, ഓക്കെ പുതിന ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേറെ അവിടെ എന്തൊക്കെയുള്ളത് പോയി നോക്കാം. ഇതെന്താ? അത് ഞാൻ കൊടുത്ത മഞ്ഞമത്തക്ക. ഇവിടുത്തെ ലേറ്റ് ഏത് നേരം വ്ളോഗ് എടുക്കുമ്പോഴേ തോന്നുള്ളൂ ലേറ്റ് ഒന്നും മാറ്റണം. ഓക്കെ, ആട് കുറുമ, മട്ടൻ കുറുമ. ഓക്കെ, പത്തിരി. പിന്നെ ഇനി എന്താണ്? പൊറോട്ട ഉണ്ട്. ഓക്കെ, ഇനി ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ? ഇനി ഉണ്ടോ? വെള്ളം. അപ്പൊ പാൽവായ്ക്ക ഉണ്ടായിക്കൂടേനോ? പാൽവായ്ക്ക കൂടെ ഉണ്ടാക്കായിരുന്നു. ഇനി ഫ്രിഡ്ജ് തുറക്കൂ. ഓക്കെ, ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്. ഓക്കെ, നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹലീമോ? ഹലീമ, അലീസ? അലീസ മധുരം ഉള്ളതാണ്, ഹലീമ് മധുരം ഇല്ലാത്ത. പിന്നെ തെരക്കഞ്ഞി. ഓക്കെ, ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ സംഭവ ബഹുലമായ നോമ്പ് തുറ. ഓക്കെ, അളിയനെ ഇവിടെ ഇതിൻ്റെ മുതൽ മൊബൈൽ കളിക്കണേയോ? സംസാരിക്കൂ. റമദാൻ കരീം പറയൂ. ഉറങ്ങിയോ? അയ്യോ. ഓക്കെ, ഇനി എന്തെങ്കിലും പൊരിക്കണം? സമൂസ ഇല്ല? പിന്നെ ഇവിടെ ഉണ്ട്. എന്താണ് ഇനി പൊരിക്കുക? ഒരു മുട്ട ഐറ്റംസ് ഉണ്ട്. അതിന് ഉള്ളി എന്തിനാ അവിടെ അപ്പുറത്ത് അരിഞ്ഞ് ബാക്കിയുള്ളതാ? ഇവാ മസാല കുറച്ച് ഏറിയോ? മുട്ട കുറച്ച് ആഫ്രിക്കൻ അയക്കണു, ആഫ്രിക്കക്കാരുടെ കറുത്തുകൂട്ടി. ഓക്കെ, ഇതാണ് ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. എന്തൊക്കെയുണ്ട്? ഓക്കെ, ഇനി ഓക്കെ, ഇതാണ് വിശേഷങ്ങൾ. അളിയൻ അവിടെ ഇരിക്കുന്നുണ്ട്. അളിയൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫ്രിഡ്ജിൽ വേറെന്തോ സാധനം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ലൈറ്റ് ഇല്ല കുട്ടിയെ, അതിൻ്റെ ഉള്ളിൽ അതല്ല, എന്തൊരു സാധനം കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിക്കാൻ ചിക്കൻ നഗറ്റ്സ് പൊരിക്കാനുണ്ട്. കൈ കഴിയുന്നിട്ട് വീഡിയോഗ്രാഫറെ വെക്കണം നമുക്ക്. മരുവനെ എന്നേലും മറ്റേ എന്തേലും കാലം കൂടുമ്പോൾ വരുള്ളൂ. നമ്മളില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും ചെയ്യും. ഓക്കെ, ഉപ്പ പുറത്ത് പോയതാണ്. ഉപ്പ വരട്ടെ. ഓക്കെ, ഇറ്റ് വിൽ ബി എ കുഞ്ഞ് ബ്ലോഗ് ബിക്കോസ് എൻ്റെ ഫോൺ ഇത്ര നേരം ചാർജ് ഇല്ലായിരുന്നു, ചാർജിങ്ങിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഐ എം റിയലി സോറി. ഓക്കെ, സോ ഗൈസ്, അളിയനെ വേദിയിലേക്ക് പരിചയപ്പെടുത്താം. ഹായ്.
എത്ര നോമ്പായി? 11ാമത്തെ. അളിയൻ ഓൾ ദ വേ ഫ്രം ചെർപ്പളശ്ശേരി, ഒരു ജ്വല്ലറിൻ്റെ ഓണറാണ്. ഹായ്. പിന്നെന്താ പറയുക, നോമ്പറക്കാൻ വന്നതാണ് അല്ലേ? നോമ്പറക്കാൻ വന്നതാണ്. ഭാര്യ വീട്ടിലേക്ക് എപ്പോൾ നോമ്പറക്കാൻ വരുമ്പോഴും അതല്ല, നോമ്പറക്കാൻ വരുമ്പോൾ അത്രയും വിപുലമായ ഡിഷുകളാണ് മുന്നിൽ കാണുന്നത്. ഇത് മതിയാവോ? ഇത് മതി. അമ്മായിമ്മ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആണ്. നല്ല കടികളുടെ ഒക്കെ ഭയങ്കര സ്പെഷ്യലിസ്റ്റുകളല്ലേ. ഓക്കെ എന്നായിരിക്കും. ഇപ്പൊ അവിടെ ദീപം തെളിച്ചുകൊണ്ട് അവിടെ മറ്റേ ഊത് പോകിക്കാം. അറബി കൺട്രിയിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ നേരിക്ക് ബാ. കഴിഞ്ഞോ? ഒരാൾ നോമ്പില്ലാതെ തന്നെ ഇവിടെ നോമ്പറക്കുന്നുണ്ട്. ഹലോ കൊടുക്കും. ഈത്തപ്പഴം കഴിക്ക്. എത്ര നോമ്പ് ഇതെന്തൊന്നും ഉണ്ടാത്ത ബാബാനോട്. ഇന്നത്തെ ക്ലാസ് കുറച്ച് നീക്കുക. എന്തിമെന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്? ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് ഇനി മക്കളാണ് നിങ്ങൾക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഞാൻ അമ്മായിമാരുടെ സ്പെഷ്യൽ സാധനം ഇന്ന് ചട്ടിപ്പത്തിരല്ലേ? ചട്ടിപ്പത്തിരല്ലേ? ഓക്കെ. ഇതിൽ എൻ്റെ സ്പെഷ്യൽ എന്താണ് ഉണ്ടാക്കിയത്? ഹസ്ബൻഡിന് വേണ്ടി. ഓക്കെ. മുട്ട കുറച്ച് നടത്തിക്കണം. മുളക് പൊടി കുറച്ച് കയറിയതാണ്. ഓക്കെ. ഇത് മുറുക്കി സാധനം കത്രി എടുത്താളി. ഇതിപ്പോൾ ഉണ്ടാക്കി കർമ്മത്തി ഹെൽത്തി. ഞങ്ങളോടത്ത് മഞ്ഞ കളറല്ല, ഇത് ഓറഞ്ച് കളർ ഉള്ളിൽ. ഇതാണ് മഞ്ഞ വറുത്തക്കല്ലേ. അത് ഒന്നുകൂടെ കളർ ഉണ്ടാവും. പക്ഷേ പോരാ, അത് ആവണുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പറയ്. മുട്ട ഇട്ടണേൽ മുട്ട ഇതല്ല, മുട്ട ലാസ്റ്റ് പാലുണ്ടെങ്കിൽ സൈഡിൽ കൂടി. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഇതല്ല, അത് ചിക്കൻ അല്ലേ? അപ്പം പോലെ സെറ്റ് ആവാനാണ് മുട്ട കഴിക്കുന്നത്. ചട്ടിപ്പത്തിരി കട്ടിപ്പത്തിരി രാവിലെ ഉണ്ടാക്കണല്ലേ? നമ്മൾ മൈദയും മുട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് അപ്പം പോലെ, എന്നിട്ട് ഓരോന്നും മുട്ടയിൽ മുക്കുക, ഒന്ന് അടിയിൽ വെക്കുക, അതിന്റെ ഫില്ലിങ് വെക്കുക, രണ്ടാമത്തെ വെക്കുക. ആദ്യം മൈദ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കണം. എന്നിട്ട് ഇങ്ങനെ അപ്പം ഫില്ലിങ് നട്ടി ലാസ്റ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മുട്ട വെക്കും. അത് കഴിച്ചപ്പോഴൊന്നും കഴിക്കില്ല. കട്ട്ലറ്റ് കഴിക്കാം. ഒരു 10 പത്തിരി ബീഫ് കട്ട്ലറ്റ് 8 ലെയറുണ്ട് ഞാൻ. എത്ര ലെയർ? 8 ലെയർ. വീണ്ടും കുറച്ച് വലിപ്പം കൂടിയാണ്. വലിയ ഫ്രൈ പാനാണ്. ചെറുതാകുമ്പോൾ അന്ന് ചെറുതാണ്, പിന്നെ ഉള്ളത് വലുതുമാണ്. കണ്ടോ അങ്ങനെ വെച്ചിട്ട് സൂപ്പർ. നാടൻ മുട്ട ഇട്ടോ കഴിച്ചോളൂ. ശരി, മുളക് പൊടി കുറച്ചും കൂടി. ഹലോ സോ ഗൈസ്, മോൻ പറഞ്ഞേ ഹെവി ഫുഡ് കഴിച്ച്. എന്താ പറയണ്ടി? എന്താ പറയങ്ങി? ഇതെന്താ കഴിക്കണേ? നാരങ്ങ. അത് നാരങ്ങ കഴിക്കണ്. എന്തേ തട്ടിയോ? ഓക്കെ. ഇതാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള കിടപ്പ്. നിസ്കരിക്കണം. ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് നിസ്കരിക്കാൻ വെച്ചിട്ടാ. ഓക്കെ, പോയി നിസ്കരിക്കട്ടെ. ഓക്കെ. ഹായ് ഗൈസ്, ഒന്ന് തല വെച്ച് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. പക്ഷേ ഉറങ്ങാതെ ഇവിടെ അടുക്കളയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദീദിയെ നിങ്ങൾ കാണണം.
ഇതാ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? 10. കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും ഭർത്താവിനോടുള്ള സ്നേഹം പത്തിരിയിലൂടെ പ്രകടിപ്പിക്കുന്ന ഫർഹാ ഷെഫീഖ്. പത്തിരി, പൊറോട്ട, പിന്നെ ബിരിയാണി, മട്ടൻ കറി, ബിരിയാണി. ഓക്കെ, ചിക്കൻ ഇടാൻ ഒരു പാത്രം കൊണ്ടുവരുന്ന അവിടെ നിലവിളിക്കുന്ന അമ്മായിമയെ നിങ്ങൾ കാണണം. ഓ, കോരി എടുക്കുന്നത് എന്ത്? എൻ്റെ മോനെ, സ്പ്രിംഗ് കോഴി, കുഞ്ചിക്കോഴി, പല പല പേരിൽ. ഒരു പ്ലേറ്റ് ഇടുന്ന. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ വെള്ളപ്പം. ഇത് നിങ്ങളെ വെള്ളപ്പം ആയിട്ടില്ലല്ലോ, കുറച്ചുകൂടി വട്ടമാണല്ലോ. ഐ മീൻ ചട്ടി മാറിയിട്ടല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പ്ലേറ്റ് കൊണ്ടുവരുന്ന വേദിയിലേക്ക് കൊണ്ടുവരുന്ന ആര്? ഷെഡ് ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, നെയ്ഹ ഷെഫീഖ് നാണത്തോടെ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. ഓക്കെ, നെയ്യ ഷെഫീഖോ, കുറച്ച് നെയ്യ് ഇങ്ങനെ അടിക്കാം. ഓക്കെ, ഇത് സ്പ്രിംഗ് കോഴി പൊരിക്കൂ. രാവിലെ മസാല വെച്ചാണ്. ഓക്കെ, മാഗ്നേറ്റ് എന്താണ്? മാഗ്നേറ്റ്. ഓക്കെ, പൊരിക്കൂ. വാ, സബാഷ്. നല്ല മസാല വെച്ചിട്ട് നല്ല ഇതിൻ്റെ ഒരു മണല്ലേ. എന്താണ്? ഓക്കെ, എന്നെടുത്തു. സൂപ്പർ. സൂപ്പർ മണം. ഓളെ വീഡിയോ എടുക്കണം. ഓളെന്ത് തുറക്കും ഏറെ വേണ്ടിട്ട്. മണം മണത്തിട്ട് എന്താ തോന്നുന്നത്? യെസ്, ബിരിയാണി പ്ലസ് സ്പ്രിംഗ് കോഴി. യെസ്, സ്പ്രിംഗ് കോഴിയും ബിരിയാണിയും. ഇത് ഈ മുടിച്ച പ്ലേറ്റ് എന്താ? എന്തിലുണ്ടോ? അത് നാർത്തതിൻ്റെ ബാക്കി. ഓക്കെ ഓക്കെ ഓക്കെ. ചായ തിളക്കുന്നു, പാൽ ചായ തിളക്കുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ ചായ ഉണ്ടാക്കില്ലേ പാലില്? ഓ, ചായ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ എനിക്ക് മറ്റേ ചായയോടെ വലിയ കുറച്ചുകൂടി രസം. എവിടെയാണോ ഇതൊക്കെ? സുഖല്ലേ? ഇതിന് ശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? നല്ലതല്ലേ? തലയിൽ എത്ര പേനുണ്ട്? ഇവിടെ എടുക്കണം. അതാണ് ഞാൻ എടുത്തേക്കണു. ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുക വീഡിയോക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആടുകുറുമ ഫ്രിഡ്ജിലേനു. ഇതിവിടെ എൻ്റെ ഈർപ്പം അത് ചൂടാക്കാൻ പറ്റുന്നത്. ചൂടാക്കുമ്പോൾ ഓക്കെ 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 ഓക്കെ. ഓക്കെ, ആടുകുറുമ, സ്പ്രിംഗ് ചിക്കൻ ഫ്രൈ, ചായ. ഓക്കെ ഓക്കെ. ഇനി എന്തായാലും ഇത് ടേബിളിൽ എടുത്ത് വെക്കണേ. എങ്ങനെ? ഇവര് അമ്മായിമാൻ്റെ ഒരു നടന്നു വന്നു, ഞാൻ കടന്നു വന്നു. ഞാൻ അതുവരെ ഉറങ്ങിയായിരുന്നു. അവരൊക്കെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ചിങ്ങനെ വയർലെസ് സ്പേസ് ഉണ്ടാക്കി വന്നാണ്. എങ്ങനെ? ഉമ്മാർക്ക് പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഏൽപ്പിച്ചനല്ലോ, നിങ്ങളായിട്ട് എടുക്കണല്ലേ. എന്താ ചെയ്യാ? ഓക്കെ, നമുക്ക് ഇതൊക്കെ ടേബിളിൽ നിരത്തിയിട്ട് ഇവരിത് കഴിക്കുന്നു. പിന്നെ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു. അതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, ഇതാരാ? വേണ്ട. ഓക്കെ, വേദിയിലേക്ക് ഉപ്പ വന്നിട്ടുണ്ട്. ഉപ്പാനോടൊരു മരുവൻ സൽക്കാരത്തിനെ പറ്റി ചോദിച്ചോ. നിങ്ങളതേമാതിരി മരുവൻ സൽക്കരിച്ചിനോ? മരുവോ കലാകാലം ഗൾഫിലാണേ. ഇവിടെ വേണ്ടേ 35 കൊല്ലം കഴിഞ്ഞാണ് നോമ്പിന് വന്നത് ഇവിടെ നാട്ടില്. അതോടെ ഞങ്ങൾക്ക് എന്തായി, നോമ്പിന്റെ പൈസ ഒക്കെ കൊടുക്കാതെ നോമ്പ് കഞ്ഞിക്ക് അല്ല, ഈ നോമ്പിന് മരക്കളെ വിളിക്കുമ്പോ പൈസ കൊടുക്കണം. എന്റെ മരുവൻ ജ്വല്ലറിക്കാരനാണ്, ഓരോന്നും പൈസ കൊടുക്കും. പൈസ കൊടുക്കും. എത്ര രൂപ എടുക്കും? അത് സാമ്പത്തികം അനുസരിച്ച് കൊടുക്കും. അത് ശരി. എന്നിട്ട് ഈ മരം പൈസ കൊടുത്തിട്ട് നമ്മള് കുറെ കാലം ദുബായിലായതുകൊണ്ടേ അവർക്ക് ഉമ്മാന്റെ പേരൊക്കെ പൈസ ലാഭമായി. കഞ്ഞിയിലെ കായില്ല. എന്നാലും നിങ്ങളൊരു സൽക്കച്ച് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? അങ്ങനെ ഓർമ്മയില്ല.
എന്താണ് നിങ്ങളെ സൽക്കരിച്ചിട്ടില്ലാന്ന് പറയണേ? സൽക്കരിച്ചില്ലേ? എന്നിട്ട് ചീരാക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ചീരാക്കഞ്ഞി ഫ്ലാസ്കിലാക്കി തന്നിട്ട് കുടിച്ചാൽ സ്ഥലം ചേർന്നിട്ട് നോമ്പറക്കാൻ വരാൻ പറഞ്ഞു. ആ ചീരാക്കഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ചീരാക്കഞ്ഞി ഞാൻ ഉണ്ടാക്കൂല കേട്ടോ. എനിക്ക് പക്ഷെ പണ്ടത്തെ സർക്കാരൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. പണ്ടൊക്കെ കുറെ ആൾക്കാരൊക്കെ പണ്ട് വരുമ്പോ എന്താണ് കോയിനടുത്തേക്കാണ് കാല് ഇതിപ്പോ കേട്ടിക്ക് നോമ്പറപ്പിക്കല് കുറെ ആൾക്കാരെ കൊണ്ടുപോകും. നമ്മളെ ഭാഗത്തുനിന്നോ? ആ അപ്പൊ എന്നെ വിളിക്കുകയാണെങ്കിൽ ചങ്ങന്മാരൊക്കെ കൊണ്ടുപോകും. വലിയ പരിപാടി കാരണം അപ്പൊ നാളെ കിട്ടൂല. അപ്പൊ അത് ആദ്യമായിട്ട് മരുക്കൾക്ക് പൈസ കിട്ടുന്നത് ആരെന്നിട്ട് കൊടുക്കുക? അമ്മായിമേ നിങ്ങൾ ചുറ്റിക്കുട്ടി കൊടുക്കേ? ഞങ്ങക്ക് ആവശ്യത്തിലധികം ഇവിടുന്ന് കിട്ടിക്കണോ? ഞാൻ വിട്ടോ ഇനിയിപ്പോ ഈ പൈസ കൊണ്ട് കിട്ടായിട്ടാണ്. അത് പോരാ, ഇനിയിപ്പോ ചുറ്റിക്കുട്ടി കൊടുക്കും വേണം. ഓ 3/4 കോടി വരുമ്പോ വില ചോ വലിയ ലക്ഷറി ഒക്കെ ആയിരുന്നു. ഇന്നത്തെ റേറ്റ് നോക്കുമ്പോ കേട്ടി പറയാന്ന് ചിക്കൻ വറവുന്നു. തൊട്ടപ്പുറത്ത് പാല് കുറച്ച് വെക്കണമെന്ന് തുറക്കണം. ഓക്കെ അതെ 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 അതെ. ഇതിവിടെ ബിരിയാണി സെറ്റാക്കുന്നു. ഇടുണ്ടോ? നല്ല തന്നെ കയറാം എന്നോട് നല്ല എൻ്റെ അവിടെ കുത്തുന്നില്ല. സൂപ്പർ. എന്താണ് ഫസ്റ്റ് കഴിക്കണ? പത്തിരിയും ആടുകുറുമയും. കുറുമ 10 എത്ര കൊടുക്കും? 10 സെറ്റാണ്. അതൊക്കെയാണ് മലബാർ ഏരിയയിൽ പെണ്ണിട്ടിയുള്ള ഗുണം. മലബാർ ഏരിയയിൽ പെണ്ണിട്ടിയുള്ള ഗുണം. മലപ്പുറം പാലക്കാട് നിന്നുള്ള ചക്കന കിട്ടിയതാണ്. അതുകൊണ്ടാണ് റിവ്യൂ പറഞ്ഞത്. അവിടെയാണ് പോയത്. അല്ല മലപ്പുറത്തെ പുതിയാപ്പിളാണെന്നുണ്ടെങ്കിൽ ഇമ്മട്ടം അതിന് റിസൾട്ട് പറയില്ല. പാലക്കാട്ടുകാരനായതുകൊണ്ടാണ്. പാലക്കാട്ടുകാരാണ് ഇത്രക്ക് എഫക്ട് കിട്ടിയത്. ഓലെ വെറും പച്ചക്കറിക്കാരാണ്. എങ്ങനെയുണ്ട് ഇപ്പ ഉമ്മ ഉണ്ടാക്കി കുറുമ? എങ്ങനെയുണ്ട്? അതൊന്നും വേണ്ടേ? ഓക്കെ. സ്പ്രിംഗ് ചിക്കൻ ഉണ്ട്, പൊറോട്ട ഉണ്ട്, വെള്ളപ്പുണ്ട്, പത്തിരി, മട്ടൻ കുറുമ, ബിരിയാണി. എന്താ കഴിക്കണേ? ഈ പ്രാവശ്യം ഇങ്ങനെ അടിപൊളിയാക്കി ഉണ്ടാക്കിയോ അടുത്ത പ്രാവശ്യം നോമ്പിന് വേഗം വരും. ഉമ്മാന്റെ ഭക്ഷണം ഡിമാൻഡോ ഉമ്മാന്റെ ഭക്ഷണം ടേസ്റ്റ് ഇല്ല. അപ്പൊ അതാണ് പോണ്ടാറ്. പിന്നെ വേറെ ഒരു ഇതുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ അടുക്കളയിൽ നിന്നാണ് കേൾക്കുന്നത്. മരക്കള് വരുമ്പോ പൈസ കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. എന്തിനാണ് ഇപ്പൊ പറഞ്ഞുതരും? അങ്ങോട്ട് തരും നോമ്പിന് വരുമ്പോ. അല്ല പിന്നെ അതുണ്ട്. നിങ്ങള് സ്വർണ്ണക്കടക്ക വിളിക്കുമ്പോഴേ കൊറേ സുഹൃത്തുക്കളും കൂട്ടി വരും. അങ്ങനെ തന്നെ വിളിക്കാണ്, മരനെ വിളിക്കാണ്. അപ്പൊ എന്റെ കൊറേ ആൾക്കാരെയും കൂട്ടി വരും. ചടങ്ങുണ്ട് നോമ്പറക്കാൻ വരുമ്പോ സൽക്കാരല്ലേ. എന്നിട്ട് അമ്മായിമ്മ ഒരു സംഖ്യ കൊടുക്കും. അതെത്ര വെച്ചാൽ വായിക്കും. ചിക്കൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഏതായാലും തുടങ്ങട്ടെ. ബൈ. നമുക്ക് സ്കൂളിലോ? സ്കൂളിലൊക്കെ പോവാ. ആയിക്കോട്ടെ. ബൈ ബൈ ബൈ. വലൈക്കും അസ്സലാം. ദീദി മക്കളും പോകുന്നു. കുട്ടിയാണിത്. ഒരു പറഞ്ഞേക്കും. ഓക്കെ, ഡോർ എടുക്കും. എല്ലാരും പോവാ. നാളെ എന്നാ പിന്നെ പോണോ? പെരുന്നാക്ക് വരുന്ന മഞ്ഞാക്കോ? എന്നാ പെരുന്നാള്?
ആ എപ്പോഴേലും പെരുന്നാക്ക് ആ ഡ്രസ് കൊടുക്കാന് അല്ലേ പക്കറ്റ് കളി കളിച്ചാ പോവേ ഇപ്പൊ രണ്ടാളും ബാക്കിലായോ ഇന്നലെ അതിനോ അലൈഹിസ്സലാം. കൈ എടുത്തു ബൈ ബൈ ബൈ. അവിടെ എത്തിയിട്ട് വിളിച്ചാൽ ഇസ്ലാം. ഇതിലൊക്കെ എനിക്ക് തുറക്കാൻ പറ്റേ ബൈ ബൈ ബൈ. സോ ഗൈസ് രീതി പോയി. അവൾ കുറച്ച് ദിവസം നിൽക്കലുള്ളൂ, കുറച്ച് ദിവസം നിൽക്കും, എന്നിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഇതൊരു കുഞ്ഞു വ്ളോഗായി, പക്ഷേ ഇതൊരു വലിയ വ്ളോഗായി. എനിവേ ലൈക്ക് ഇത് നല്ല വ്ളോഗായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ പറഞ്ഞ് ചടപ്പിക്കണില്ല, എനിക്കൊന്ന് കിടക്കണം, എഡിറ്റ് ചെയ്യണം, കുറേ പണികളുണ്ട്. സോ ഇനി നാളെ മുതൽ നമ്മൾ വീണ്ടും ബാക്ക് ടു ഞാൻ ഉമ്മ അപ്പ വ്ളോഗ്. ഓക്കെ, കഴിഞ്ഞ ദീദിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം, കാരണം അത്രയും നമുക്ക് കമ്പാരിറ്റീവ്ലി വ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.